ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇനി അവളെ കാണുമ്പോ സന്ധ്യ പേടിക്കാൻ പാടില്ല. പകരം സന്ധ്യയെ കാണുമ്പോ അവള് പേടിക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ അവൾക്ക് തെളിയിച്ചു കൊടുക്കാം. എത്ര ദിവസമായി അവൾ അച്ഛനെ കണ്ടിട്ട്, എന്നിട്ട് അവൾ അച്ഛനെ മറന്നിട്ടില്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു വട്ടം ഒരാളെ കണ്ടാ മതി, ഇഷ്ടപ്പെട്ട പിന്നെ അവര് മറക്കത്തില്ല. അമ്മയടുത്ത് എവിടെ? നിക്ക് കേറാൻ വരട്ടെ. അതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. ചടങ്ങുകളോ? എന്ത് ചടങ്ങ്? അതൊക്കെ ഉണ്ട്. എപ്പോഴും വരുന്നത് പോലെ അല്ലല്ലോ, വിശേഷം കൊണ്ടല്ലേ വന്നത്. അപ്പൊ ആരതി ഒഴിഞ്ഞ് തന്നെ സ്വീകരിക്കണം അല്ലേ? അതിരിക്കട്ടെ, ആരുടെ ഈ പ്ലാൻ? എടുത്തിടാ? ഏയ് അല്ല, എനിക്കിതിൽ ഒരു റോളും ഇല്ല. അമ്മയുടെ പ്ലാനിങ്ങാ. ഇത്തവണ രണ്ടുപേരും കുറച്ചു ദിവസം ഇവിടെ നിക്കണം. ഏതായാലും 2 ദിവസം നിൽക്കാനുള്ള തയ്യാറെടുപ്പോടെയാണ് ഞങ്ങൾ വന്നത്. ഓരോ പൂമാലയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഞങ്ങൾ അതും പ്ലാൻ ചെയ്തതാ. ഓ, പിന്നെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. അത് മാത്രമായിട്ട് വേണ്ടെന്ന് വെക്കണ്ടായിരുന്നു. ഒരുപാട് നാളായല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട്. അതിനുള്ള ശിക്ഷയാണെന്ന് കരുതിയാ മതി. ഓഹോ, വാ, അകത്തേക്ക് വാ. ചെല്ലുമകളെ. സന്ധ്യ, എന്തുപറ്റി? ആരാ നിന്നെ ഉപദ്രവിച്ചത്? സന്ധ്യ, കരയാതെ കാര്യം പറ. ആരാ ഇത് ചെയ്തത്? ഇവിടെ കയറി വന്ന് നിന്നെ ഉപദ്രവിക്കാൻ ആർക്കാ ധൈര്യം? അതെനിക്കറിയണം. പോട്ടെ നന്ദ, ഇനി ഇതിന്റെ പേരിൽ വഴക്കിനൊന്നും പോണ്ട. ഞാനിതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കട്ടെ. മതി, എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് മതി ഇതൊക്കെ എടുത്തു വയ്ക്കുന്നത്. പറയ്, ആരാ ഇവിടെ വന്നത്? അവന്തിക. ഇതിനവൾക്ക് മറുപടി കൊടുത്തേ പറ്റൂ. എന്ത് ചെയ്തിട്ടാ സന്ധ്യ അവൾ ഇത്രയ്ക്ക് ഉപദ്രവിച്ചത്? എനിക്കറിയില്ല നന്ദ. വന്ന് കേറിയ പാടെ എന്നെ ഉപദ്രവിക്കായിരുന്നു. ഞാൻ ഗർഭിണിയാണോന്ന് ചോദിച്ചിട്ടാ ഉപദ്രവം തുടങ്ങി. ആണെന്ന് തനിക്ക് പറയായിരുന്നില്ലേ? ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരെന്നെ കൊന്നേനെ. നിന്റെ ഗർഭം കലങ്ങിപ്പോട്ടെന്ന് പറഞ്ഞ് അവളെന്നെ ഉപദ്രവിച്ചത്. അവൾക്ക് ഭ്രാന്താണ്.
മുഴുഭ്രാന്ത് കാണിച്ചു കൊടുക്കാൻ ഞാൻ. വേണ്ട നന്ദ, ദൈവീത് അവിടെ ചെന്ന് എന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇപ്പൊ തന്നെ നമ്മുടെ ബന്ധം അർച്ചനയ്ക്കും അവന്തികയ്ക്കും അറിയാം. എല്ലാവരും അറിയട്ടെ. ആരറിഞ്ഞാലും എനിക്കൊന്നുമില്ല. സന്ധ്യക്ക് വല്ലാതെ വേദനിച്ചു അല്ലേ? എന്റെ വേദനയൊന്നും നന്ദ കാര്യമാക്കണ്ട. എനിക്കൊന്നുമില്ല. സാരമില്ല, അവളുടെ അഹങ്കാരം ഞാൻ നിർത്തിത്തരാം. ഇനി ആരെയും അവൾ ഇതുപോലെ ഉപദ്രവിക്കില്ല. ദൈവീത് നന്ദ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇതിന്റെ പേരിൽ അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കിയ കൂടുതൽ പ്രശ്നമാവുകയുള്ളൂ. അത് പാടില്ല. ഇനി അവളെ കാണുമ്പോ സന്ധ്യ പേടിക്കാൻ പാടില്ല. പകരം സന്ധ്യയെ കാണുമ്പോ അവള് പേടിക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ അവൾക്ക് തെളിയിച്ചു കൊടുക്കാം. അതെന്റെ ഉത്തരവാദിത്വമാണ്. ഞാനത് ചെയ്തിരിക്കും. ഒരു തവണ നമ്മളിത് ക്ഷമിച്ചാൽ അവൾക്ക് ആത്മവിശ്വാസം കൂടും. പിന്നെ എവിടെ കണ്ടാലും അവളെ സന്ധ്യ ഉപദ്രവിക്കും. അവളെ പേടിക്കാതെ പിന്നെ സന്ധ്യക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. നല്ല അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കണം. എന്റെ പേര് പറഞ്ഞല്ലേ അവള് സന്ധ്യ ഉപദ്രവിച്ചത്. അപ്പോ അതിനുള്ള മറുപടി ഈ ഞാൻ തന്നെ കൊടുത്തോളാം. ആമണി മോൾ എപ്പോഴാ വരുന്നത്? സ്കൂള് വിട്ട് വരുമ്പോ 4:30 ഇടയ്ക്ക് കുറച്ച് ദിവസം അനൂപേട്ടൻ കൊണ്ടുവിട്ടോണ്ടിരുന്നതാ. ആ, ഇപ്പൊ പിന്നെ വീണ്ടും സ്കൂൾ ബസ്സിലായി. അതല്ലേ നല്ലത്. അതാവുമ്പോ കൂട്ടുകാരുടെ കൂടെയൊക്കെ ചിരിച്ച് സന്തോഷിച്ച് പോകാമല്ലോ. കൊണ്ടുവിടുന്ന ബുദ്ധിമുട്ട് നമുക്കുമില്ല. ചില ദിവസങ്ങളിൽ അനൂപ് പോകാൻ ലേറ്റാകും. അപ്പോ ആവണി മോളുടെ സ്കൂളിന്റെ സമയം തെറ്റും. അതുകൊണ്ട് സ്കൂൾ ബസ്സാ നല്ലതെന്ന് ഞാനാ പറഞ്ഞത്. ആ മോളെ, ഇനി എന്നാ നിങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പോണ്ടത്? ഉടനെ പോയി കാണണം. ആ ഹോ, എത്ര നാളത്തെ പ്രാർത്ഥനയ്ക്ക് വഴിപാടിന് ശേഷമാ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സന്തോഷം വന്നത്. അച്ഛമ്മള് കുറച്ചുനാൾ ഇവിടെ നിൽക്കട്ടെ. കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അത് പറ്റില്ല. നെല്ലിശ്ശേരിയിൽ ഞാനില്ലെങ്കിൽ അവിടുത്തെ ഒരു കാര്യവും നടക്കില്ല. ഉം. പ്രത്യേകിച്ച് അച്ഛന്റെ കാര്യം. അച്ഛന്റെ എല്ലാ ചിട്ടയും തെറ്റും.